എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കയെരിശ്ശേരി ആണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചക്കയെരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ചക്ക അരിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയും അരിഞ്ഞ ചക്ക കുക്കറിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. 3 മുതൽ 5 വിസിൽ വരെ അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനിയും അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിൽ ചിരകിയ തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ഇനിയും നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ചക്ക വെന്തു വന്നിട്ടുണ്ട്. ഇത് ചെറുതായി ഉടച്ചതിന് ശേഷം അരച്ചെടുത്ത അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇനിയും കടുക് താളിക്കുന്നതിന് വേണ്ടി പാൻ സ്റ്റൗവിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക് എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചിരകിയ തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇപ്പോൾ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.